വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു ജോബ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പഠിച്ച ബേസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാറ്റഗറി അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക ജോബിന് അപ്ലൈ ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ മിക്കവാറും വീഡിയോസിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോബ് എന്ന് വെച്ചാൽ പ്രത്യേക ക്വാളിഫിക്കേഷൻ. നമ്മളിപ്പം അക്കൗണ്ടിങ് ജോബ് എടുത്താൽ കൊമേഴ്സ് പഠിച്ചവർക്ക് അക്കൗണ്ടിങ് ടാലിയൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നേഴ്സിംഗ് ജോബ് പറയുവാണെങ്കിൽ നേഴ്സിംഗ് സയൻസ് എടുത്തവർ നേഴ്സിംഗ് പഠിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പക്ഷെ അങ്ങനെയല്ല നോക്കാറ്. നമുക്ക് ജോബ് പറയുമ്പോൾ ഈ 10ാം ക്ലാസ് പാസ്സായവർ തൊട്ട് അല്ലെങ്കിൽ +2 പാസ്സായവർക്ക് അതുപോലെ ആർക്ക് വേണേലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ്, അങ്ങനത്തെ ജോബുകളാണ് ഞാൻ സാധാരണ പറയാറ്. അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ജോബ് എന്ന് പറയുന്നത്. ആർക്ക് വേണേലും എന്ന് വെച്ചാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ സാമാന്യം നമുക്ക് നോർമലായിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ജോബിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം താല്പര്യമുള്ള ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടേതായ രീതിയിൽ അന്വേഷണങ്ങളൊക്കെ നടത്തി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക ജോബിന് അപ്ലൈ ചെയ്യുക. അപ്പം ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഫ്രീലാൻസർ ടെക്നിക്കൽ റൈറ്റർ എന്നാണ്. ഫ്രീലാൻസർ ടെക്നിക്കൽ റൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ കമ്പനി തരുന്ന മാറ്റർ അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുക റിസർച്ച് നടത്തിയിട്ട് നമ്മളത് എന്ത് ചെയ്യണം ടെക്നിക്കൽ ഫോർമാറ്റിൽ സബ്മിറ്റ് ചെയ്യണം. ടെക്നിക്കൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും വേർഡ് PDF അങ്ങനത്തെ കുറേ ഫയൽ ഫോർമാറ്റ്സ് ഒക്കെ ഇല്ലേ, ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം. ചുമ്മാ സബ്മിറ്റ് ചെയ്താൽ പോരാ, നമ്മൾ റിസർച്ച് നടത്തി ഗൈഡൻസ് അതുപോലെ തന്നെ FA ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിലോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വെറൈറ്റി ആയിട്ടുള്ള വായിച്ചാൽ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ ക്ലിയർ ആയിട്ടും ക്ലാരിറ്റിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അവർ തരുന്ന വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് തന്നെയാണ് നമ്മൾ ഫ്രീലാൻസർ ടെക്നിക്കൽ റൈറ്റർ എന്ന് പറയുന്നത്. അപ്പം ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട്. സാലറി എത്രയാണെന്നും എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഫ്രീലാൻസ് ടെക്നിക്കൽ റൈറ്റർ എന്ന് പറയുന്ന ഒരു ജോബ് വേക്കൻസിയാണ്. ഇത് കൊടുത്തിരിക്കുന്നത് ബാലാജി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ഒരു ജോബിൻ്റെ വേക്കൻസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സാലറി കിട്ടുക 10,000-നും 30,000-നും ഇടയ്ക്ക് സാലറി നമുക്ക് പ്രതീക്ഷിക്കാം. ജോബിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രീലാൻസ് ജോബാണ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് വരിക. ഷിഫ്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഡേ ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡേ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം സാലറിയൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ച സാലറി ആണെങ്കിൽ മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അവരൊരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോമിൻ്റെ ലിങ്ക്. ആ ഫോമിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ജോബിൻ്റെ ഫോം വരും, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാത്തവരുടെ ആപ്ലിക്കേഷൻ ഒന്നും അവർ കൺസിഡർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ആർ സീക്കിംഗ് സ്കിൽഡ് ഡീറ്റെയിൽഡ് ഓറിയൻറ്റഡ് ഫിനാൻസ് ടെക്നിക്കൽ റൈറ്റർ ടു ക്രിയേറ്റ് clear, accurate and your friendly documentation, digital products, service or platform. അപ്പോൾ നമ്മളിവിടെ ഡിജിറ്റൽ പരമായിട്ടുള്ള സർവീസുകളും പ്രോഡക്ട്സുകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ റിസർച്ച് ആൻഡ് റൈറ്റ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ ഇൻക്ലൂഡിങ് യൂസർ ഗൈഡ്, FA ക്വസ്റ്റ്യൻസ്, പ്രോഡക്റ്റ് മാനുവൽസ്, API ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഇൻറ്റേർണൽ SOPs. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റിസർച്ച് നടത്തുക. റിസർച്ച് അതിനോടൊപ്പം തന്നെ ടെക്നിക്കലായിട്ടുള്ള ഡോക്യുമെൻ്റ് റൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ റിസർച്ച് നടത്തുക. ആൾക്കാരുമായിട്ട് ഇപ്പോൾ പബ്ലിക്കുമായിട്ട് റിസർച്ച് നടത്തിയിട്ട് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം. ഇപ്പം ഗൈഡൻസ് പോലെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ FA ക്വസ്റ്റ്യൻസ് പോലെ എന്തെങ്കിലുമോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം അവർ തരുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് റിസർച്ച് ചെയ്ത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ആക്കി എടുക്കണം. അതാണ് ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വർക്ക്
വർക്ക് ക്ലോസ്ലി വിത്ത് പ്രോഡക്റ്റ് മാനേജേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ട്രാൻസ്ലേറ്റ് കോംപ്ലക്സ് കൺസെപ്റ്റ് ടു ഈസി ടു അണ്ടർസ്റ്റാൻഡ് കണ്ടന്റ്. അപ്പോൾ അവർ പറയുന്നത് വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എഡിറ്റ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ് ഫോർ ക്ലിയറി, കൺസിസ്റ്റൻസി ആൻഡ് അക്യുറസി. അപ്പം നിലവിലുള്ള ഡോക്യുമെൻറ്റിനെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ നമ്മളെന്ത് ചെയ്യുക, കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ നല്ല ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. മെയിൻറ്റെയിൻ ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ആൻഡ് എൻഷുവർ കണ്ടൻറ്റ് അലൈൻസ് വിത്ത് ബ്രാൻഡ് സ്റ്റോൺസ് ഓഡിയൻസ് നീഡ്സ്. അപ്പം നമ്മൾ ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, എപ്പോഴും ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ അവർ എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ ടെക്നിക്കൽ റൈറ്റിംഗ് സോഫ്റ്റ്വെയർ IT ഓർ റിലേറ്റഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഒന്നെങ്കിൽ സോഫ്റ്റ്വെയർ, ടെക്നിക്കൽ റൈറ്ററിൻ്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ IT ഓർ റിലേറ്റഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്ട്രോങ് കമൻറ്റ് ഫോർ റൈറ്റ് ഇംഗ്ലീഷ് വിത്ത് എക്സലൻറ്റ് ഗ്രാമർ ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് പറയാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾക്ക് നല്ല ക്ലാരിറ്റിയിൽ പറയാനും ഒക്കെ പറ്റണം. അതാണ് രണ്ടാമത്തെ നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ടുള്ളത് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ടെക്നിക്കൽ കൺസെപ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ദം ഇൻ എ സ്ട്രക്ചർ ആൻഡ് അക്സസിബിളി വെയർ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ തരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ടെക്നിക്കൽ കൺസെപ്റ്റിന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് അറിയാവുന്ന ഇതിൽ എന്ത് ചെയ്യുക, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിനിപ്പം സ്ട്രക്ചർ ബേസിലോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നമ്മളതിനെ സബ്മിറ്റ് ചെയ്യുക. ഫെമിലിയറിറ്റി വിത്ത് ഡോക്യുമെൻറ്റേഷൻ ടൂൾസ് ലൈക്ക് നോഷൻ, മാർക്ക് ഡൗൺ, ഗൂഗിൾ ഡോക്യുമെൻ്റ് ഓർ സിമിലർ പ്ലാറ്റ്ഫോം. അപ്പം നമ്മളൊരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡോക്യുമെൻ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഗൂഗിളിൻ്റെ മാർക്ക് ഡൗണ്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ, PDF പോലത്തെ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ബേസിക് സാലറി 10,000-നും 30,000-നും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പം സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടുന്ന ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ജോബിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.